തൃശൂർ ചാലക്കുടി വേലൂർ പഞ്ചായത്തിൽ മിന്നൽ ചുഴലി. കരിങ്ങാമ്പള്ളി, പിണ്ടാണി, കല്ലുകുത്തി എന്നീ മേഖലകളിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. ഈ 5 മണിക്കുണ്ടായ ചെറിയൊരു കാറ്റൊന്നല്ല, ഒരു വലിയ കാറ്റില് നമ്മുടെ ഇവിടെ മരങ്ങളൊക്കെ ഇലക്ട്രിസിറ്റി കമ്പിയുടെ മേലെ കൂടെ ഒടിഞ്ഞു വീണ് വൈദ്യുതി മൊത്തത്തിൽ ഇപ്പോൾ ഇവിടെ ഇല്ല. കണ്ണമ്പുഴ ജോയിച്ചേട്ടൻ്റെ കുറേ അധികം വാഴകൾ, അതായത് കൊലച്ച് ഏതാണ്ട് മൂത്ത് തുടങ്ങിയ കുറേ വാഴകൾ ഈ കാറ്റത്ത് പോയിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇവിടെ കുറെ വീടുകളുടെ ഓടൊക്കെ പറന്നു പോയിട്ടുണ്ട്. 80 വാഴ ഇതിനകത്ത് ചുറ്റിച്ചില്ലാൻ വാഴയുണ്ട്. ഇതെല്ലാം മെയിനായിട്ട് അപ്പുറത്തും പോയിട്ട് അവിടെ ഇലകും പോയിട്ട് വീണിട്ടുണ്ട്. പിന്നെ ഒക്കെ കരിപ്പാകവും ഓണത്തിന് വേണ്ടി നിർത്തിയേക്കണതാണ് കംപ്ലീറ്റ്. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നടരാജ്, വലിയ നാശനഷ്ടമാണോ ഉണ്ടായത്? ശക്തമായ കാറ്റാണ് അല്പസമയം മുമ്പ് ചാലക്കുടി മേഖലയിൽ ഉണ്ടായത്. വേലൂർ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട കരിങ്ങാമ്പള്ളി, പിണ്ടാണി, കല്ലുകുത്തി എന്നീ മേഖലകളിലാണ് വ്യാപക നാശനഷ്ടമുണ്ടായത്. വലിയ രീതിയിൽ കാറ്റടിക്കുകയായിരുന്നു. പല വീടുകളിലെയും മേൽക്കൂരകളായി ഉണ്ടായിരുന്ന ഷീറ്റുകളും മറ്റും പറന്നു പോകുന്ന സാഹചര്യമുണ്ടായി. പല സ്ഥലങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു. പല കൃഷിയിടങ്ങളിലും വാഴകളും മറ്റും നശിച്ചിട്ടുണ്ട്. പല വീടുകളുടെ മുകളിലേക്കും മരക്കൊമ്പുകൾ ശക്തമായി പതിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പല വീടുകളിലും വൈദ്യുതി ബന്ധം ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട്. വൈദ്യുതി പോസ്റ്റുകൾ പല സ്ഥലങ്ങളിലും തകർന്നു വീണിട്ടുണ്ട്. വലിയ നാശനഷ്ടം തന്നെ ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നാട്ടുകാർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ശക്തമായ കാറ്റാണ് ആഞ്ഞടിച്ചത്. ആ ഭാഗത്ത് വാഹന ഗതാഗതം പല സ്ഥലങ്ങളിലും ഇപ്പോൾ മുടങ്ങിയ സ്ഥിതിയാണുള്ളത്. പല മേഖലകളിലും ഇടറോഡുകളിലും മരങ്ങളും മരക്കൊമ്പുകളും വീണിട്ടുണ്ട്. അവിടെയെല്ലാം തന്നെ ഇടറോഡുകളിലും മറ്റുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. എന്തായാലും KSEB ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അമൃത. ശരി നടരാജ്.